നീറ്റ് അഴിമതി പുറത്തു കൊണ്ടുവന്ന അധ്യാപകന്റെ കഥ ഏറെ ചർച്ചയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷ റദ്ദാക്കിയതറിഞ്ഞ സമ്മർദ്ദം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. 6 പേർ ഇതിനകം തന്നെ മരണത്തിന് സ്വയം കീഴടങ്ങിയിരിക്കുന്നു എന്നത് ഏറെ സങ്കടകരമായ കാര്യം തന്നെ. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നീറ്റ് UG 2026 പരീക്ഷ എഴുതിയത്. നിരവധി കുടുംബങ്ങൾക്ക് ഈ പരീക്ഷ വർഷങ്ങളായുള്ള പ്രതീക്ഷയുടെയും സമ്മർദ്ദത്തിൻ്റെയും കോച്ചിങ് ഫീസുകളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഭാഗധേയമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് നിരവധി കുട്ടികളാണ് ആത്മഹത്യയിൽ അഭയം തേടിയിരിക്കുന്നത്. കർണാടകയിൽ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ 92% മാർക്കോടെ വിജയിച്ച ഭാഗ്യശ്രീ, രാജസ്ഥാൻ സിക്കാറിൽ മികച്ച വിജയം ഉറപ്പിച്ചിരുന്ന പ്രദീപ് മേഘ്വാൾ, ഉത്തർപ്രദേശ് ലഖീംപൂർ ഖേരിയിലെ ഋതിക് മിശ്ര തുടങ്ങി 6ഓളം പേർ ഇപ്പോൾ തന്നെ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ഇത്രയും പ്രാധാന്യമുള്ള നീറ്റ് പരീക്ഷയുടെ പോലും നടത്തിപ്പിൽ ഇത്രയധികം അനാസ്ഥയും അഴിമതിയും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കുറ്റക്കാരായവരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കുകയും വേണം. ഇത്തരം പരീക്ഷകൾ സുതാര്യമായും സുഗമമായും നടത്തിയെടുക്കാനും വലിയ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനും അധികൃതർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. രാജസ്ഥാൻ സിക്കാറിലെ ഒരു സാധാരണ സ്കൂൾ അധ്യാപകനായ ശശികാന്ത് സുതാർ മൗനം പാലിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പരീക്ഷാ അഴിമതി പുറം ലോകം അറിയുമായിരുന്നില്ല. അതുവഴി മിടുക്കരായ നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബങ്ങൾക്കും നീതി നിഷേധിക്കപ്പെടുമായിരുന്നു. രസതന്ത്ര അധ്യാപകനാണ് ശശികാന്ത് സുതാർ. നീറ്റ് UG 2026 പരീക്ഷ അവസാനിച്ചതിന് ശേഷം ഒരു ദിവസം അയൽക്കാരിൽ ഒരാൾ അദ്ദേഹത്തിന് ഒരു PDF ഫയൽ കാണിച്ചു കൊടുത്തതോടെയാണ് കാര്യങ്ങളുടെ തുടക്കം. ആഴ്ചകളായി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ കറങ്ങി നടന്നിരുന്ന ഒന്നായിരുന്നു അത്. ആദ്യം അത് പരീക്ഷാ സമയങ്ങളിൽ വിദ്യാർത്ഥികൾ സാധാരണയായി അവഗണിക്കുന്നൊരു ഗസ് പേപ്പർ മാത്രമായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അതിൽ എന്തോ അസാധാരണത്വമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. സംശയം തോന്നിയ ശശികാന്ത് യഥാർത്ഥ നീറ്റ് ചോദ്യപേപ്പറുമായി അത് ഒത്തുനോക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം രാത്രി മുഴുവൻ ഇരുന്ന് ആ PDF ഓരോ ചോദ്യവും യഥാർത്ഥ നീറ്റ് ചോദ്യപേപ്പറുമായി ഒത്തുനോക്കി. ചോദ്യ നമ്പറുകൾ, ക്രമം, ഓപ്ഷനുകളും അടക്കം എല്ലാം ആ പരിശോധനയിൽ തെളിഞ്ഞത് അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമായിരുന്നു. ചോദ്യങ്ങൾ കൃത്യമായി പൊരുത്തപ്പെട്ടു. ഒരുപോലെ പകർത്തിയ 140 ചോദ്യങ്ങൾ. വിഷയങ്ങളോ ആശയങ്ങളോ മാത്രമല്ല, ചോദ്യങ്ങളുടെ വാചകരൂപവും ക്രമവും വരെ അതേപടിയായിരുന്നു. ചിഹ്നങ്ങളിൽ പോലും ഒരു മാറ്റവുമില്ലായിരുന്നു. ചോർച്ച പകൽ പോലെ വ്യക്തവുമായിരുന്നു. ഒരു നിമിഷം പോലും കളയാതെ അർദ്ധരാത്രി തന്നെ സ്ക്രീൻഷോട്ടുകളും താരതമ്യങ്ങളും അടങ്ങിയ തെളിവുകൾ ഫോണിൽ സൂക്ഷിച്ച് ശശികാന്ത് അടുത്ത പോലീസ് സ്റ്റേഷനിലെത്തി. എന്നാൽ അവിടെയുള്ളവർ വളരെ നിസ്സംഗരായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തതല്ലാതെ കാര്യമായ അന്വേഷണവും നടത്താൻ പോലീസ് തയ്യാറായില്ല. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ദേശീയ പരീക്ഷാ ഏജൻസിയായ NTA-ക്കും പിന്നീട് CBIക്കും വിശദമായ ഇമെയിലുകൾ അയച്ചു. അധികാരികൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ വിട്ടുകൊടുക്കാൻ ശശികാന്ത് തയ്യാറായിരുന്നില്ല. അദ്ദേഹം തന്റെ പോരാട്ടം ഓൺലൈനിലേക്ക് മാറ്റി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ഇന്ത്യൻ രാഷ്ട്രപതി, CBI എന്നിവരെയെല്ലാം മെയിൽ വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും പ്രശ്നം അറിയിച്ചു. ഈ വിഷയം പുറത്തു കൊണ്ടുവരുന്നത് ഭീതിയും പ്രതിഷേധവും പരീക്ഷ റദ്ദാക്കാനുള്ള സാധ്യതയും സൃഷ്ടിക്കുമെന്ന് ശശികാന്തിന് അറിയാമായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം സത്യം പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചു. കാരണം മൗനം പാലിക്കുന്നത് അനീതിക്ക് കൂട്ടുനിൽക്കലാകുമെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാവർക്കും അദ്ദേഹം നിരന്തരം ഇമെയിലുകൾ അയച്ചുകൊണ്ടിരുന്നു. ഒരു സാധാരണക്കാരന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ശബ്ദത്തിന് മുന്നിൽ ഒടുവിൽ ഭരണകൂടത്തിന് വഴങ്ങേണ്ടി വന്നു. സിസ്റ്റം ചലിക്കാൻ തുടങ്ങി. രാജസ്ഥാൻ പോലീസ് ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചു. തുടക്കത്തിൽ ചെറിയൊരു പ്രാദേശിക ചോർച്ച എന്ന് കരുതിയ സംഭവം അന്വേഷണം പുരോഗമിച്ചതോടെ ഒന്നിലധികം സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന രാജ്യവ്യാപക മാഫിയയുടെ അഴിമതിയായി പുറത്തു വന്നു. ഒടുവിൽ കേസ് CBI ഏറ്റെടുക്കുകയും നീറ്റ് പരീക്ഷ റദ്ദാക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയും ചെയ്തു. പരീക്ഷാ പേപ്പർ ചോർത്തുന്ന വൻകിട സംഘടിത ശൃംഖലയാണ് അന്വേഷണ സംഘം അകത്താക്കിയത്. അനീതിക്ക് മുന്നിൽ മൗനം പാലിക്കുന്നത് ഒരു പോംവഴിയല്ലെന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു സാധാരണ അധ്യാപകന്റെ നിശ്ചയദാർഢ്യമാണ് ഈ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്നത്. സത്യസന്ധതയും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ വ്യവസ്ഥയെ തിരുത്താൻ വെറും സാധാരണക്കാരനും കഴിയുമെന്ന് ശശികാന്ത് സുതാർ തെളിയിച്ചിരിക്കുന്നു.